സസ്പെൻസ്. ഞാൻ ഇറങ്ങാൻ പോണേ ഉള്ളൂ. ചേച്ചി ബേബി ചേച്ചിയുടെ വല്ലതും പറഞ്ഞായിരുന്നോ? ബേബി ചേച്ചിയോട് വല്ലതും പറഞ്ഞായിരുന്നോ ചേച്ചി? ബേബി ചേച്ചിയോട് വർത്താനം പറയാറുണ്ടല്ലോ. വർത്തമാനം അല്ല, വേറെ എന്നെ പറ്റി വല്ലതും പറഞ്ഞായിരുന്നോ? പിന്നെ എന്നെ പറ്റി പറഞ്ഞോണ്ടാണ് എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ലേ ചേച്ചി? എന്താന്ന് വെച്ചാ പറയണേ? കഴിഞ്ഞ ദിവസം ഏട്ടനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നാ? എന്ത് കാര്യം? ഏട്ടന് ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് എനിക്ക് കുടുംബശ്രീയിൽ ഒന്നും ഇരിക്കാൻ പാടില്ല എന്ന്. ഓ അതാണ്. അത് ചേച്ചി എത്ര അതാണോ എന്നൊരു നിസ്സാരമായിട്ട് പറയുന്നത്? അത് നിസ്സാരമായിട്ട് പറഞ്ഞു. ഇനിയിപ്പോ എന്താ കുഴപ്പം? അങ്ങനെ ചേച്ചി എന്തിനാണ് ഇവിടെ നടക്കുന്ന കാര്യം അവിടെ പോയി പറഞ്ഞത്? ആ പെമ്പിള്ളാനാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് എന്നെ പുറത്താക്കാനായിട്ട്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുറത്താക്കണമെങ്കിൽ അങ്ങ് പുറത്താവണം. നീ എന്തിനാ ഞാനത് കടിച്ചു കിടക്കണം? ആര് കടിച്ചു പോയി കിടക്കുന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ? അയ്യോ എന്റെ പൊന്നെ, ലില്ലി ഇല്ലെങ്കിൽ പിന്നെ ആരും ഇല്ലല്ലോ. ഇപ്പൊ ലില്ലി ഇല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കത്തില്ല. ദേ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അതറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചേച്ചി. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവിടെ ചെന്ന് പറഞ്ഞ എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചേച്ചിയുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ചേച്ചിക്ക് ഒരു ബോധമില്ലാത്ത ചേച്ചി ഇപ്പൊ മെമ്പറായി. ഞാൻ അവിടെ പോയി പറയുന്നുണ്ടാ ഒരു ബോധമില്ലാത്ത ചേച്ചി എന്തൊക്കെ പോയി കാണിക്കുന്നത് ഞാൻ പോയി പറയുന്നുണ്ടാ? എനിക്ക് ബോധമില്ലേ? ഇല്ല. എന്റെ ബോധം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അയ്യോ എന്റെ ചേച്ചിയുടെ കയ്യിലും. ചേച്ചിയുടെ ബോധം എന്റെ കയ്യിൽ എന്തായാലും വേണ്ട. എനിക്ക് ആ ബോധത്തിന്റെ ആവശ്യമില്ല. ദേ ലില്ലി രാവിലെ കേറി വന്നിട്ട് മനുഷ്യനോട് കാര്യം പറയരുത്. അയ്യോ ഞാൻ ഇനി എല്ലാവരോടും പറയും, നിനക്ക് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല. ചേച്ചി ചെയ്യുന്ന ഓരോ ബോധക്കേടുകളും ഞാൻ നീ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ പോലീസുകാരന്റെ ഭാര്യ ആയിരുന്നിട്ട് എന്നെ ആ സ്ഥാനത്ത് നിന്ന് എന്നെ വലിച്ചു പുറത്തു. പെണ്ണുങ്ങളെ നോണ പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് തിരുത്തി. എന്റെ അഭിപ്രായം അവിടെ ഇരുന്നുള്ള എല്ലാ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ചേച്ചി ഒറ്റയ്ക്ക് അനുഭവിച്ചുകൊണ്ടാണ് പെണ്ണുങ്ങളെല്ലാം ചേച്ചിനെ വലിച്ചു പുറത്തിട്ടത്. ഇനി നീ അതിനകത്ത് ഇരിക്കണ എനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ 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 ചേച്ചിയുടെ അണ്ടറിലാണ് അങ്ങോട്ട് ഞാൻ വീട്ടിലില്ലാത്ത ആൾക്കാർ ചേച്ചിക്കാണ് പണിയൊന്നും ഇല്ലാതെ ചേച്ചിയാണ് രാവിലെ തന്നെ ഊര് തണ്ടാനായിട്ട് ഇറങ്ങുന്നത്. ചേച്ചി അങ്ങനെ പറയാൻ പാടുണ്ടോ? അമ്മ പറ. അല്ലടി അവള് വേറൊന്നും വിചാരിച്ചോണ്ട് പറഞ്ഞതായിരിക്കത്തില്ല. ചേച്ചി ഒന്നും വിചാരിച്ചില്ല. ചേച്ചി വെറുതെ ബോധക്കേടോട് പറഞ്ഞതാണ്. നമ്മൾ ഈ വീട്ടിൽ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ നാട്ടിൽ പോയി പറയുന്നത് ശരിയാണോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേച്ചിയുടെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്നുണ്ട്, അതല്ല പറയുന്നില്ലല്ലോ. അല്ല അത് അവക്ക് എന്ത് പറയണേ എന്ത് പറഞ്ഞുകൂടാന്ന് അറിഞ്ഞൂടാ. അത് അങ്ങനത്തെ ഒരു ജന്മമായിപ്പോ. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ചേച്ചി ഇപ്പൊ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ചേച്ചി എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പോയി ചേച്ചിയോട് പറയുമ്പോഴില്ല, ചേച്ചി വെറും നിസ്സാരമായിട്ട് അതിനെ കണ്ടേക്കാണ്. അതാണ് അത് അവിടെ അങ്ങനെ അത് കണ്ടോളൂ. അങ്ങനെയൊന്നുമല്ല, അമ്മ കൂടുതലൊന്നും ന്യായീകരിക്കണ്ട. പിന്നെ അല്ല അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞു നീ ഇതൊരു വലിയ വിഷയമാക്കി എടുക്കരുത്. കോട്ടയെന്ന് കരുതി നീ അങ്ങ് ക്ഷമിക്കുക. ഞാൻ ക്ഷമിക്കുകയാണല്ലോ. ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാൻ ഉരുകിപ്പോയി. അറിയാമോ? ഇത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞാലാ? അവൾമാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. എന്ത് കുറ്റം കണ്ടുപിടിക്കണമെന്ന് പറയാനാണ് അവൾമാരിയ്ക്കണത്. എനിക്കങ്ങോട്ട് ദേഷ്യം വന്ന്. അച്ചാച്ചനാണല്ലോ. ഹലോ. ആ തങ്കച്ചേട്ടത്തിക്ക് ചെറിയൊരു അപകടം പറ്റി. ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ആ സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പൊ കാലും എടുത്തു. അപ്പൊ പിടിക്കാൻ വാക്കൊന്നും കിട്ടില്ല. അങ്ങനെ മറിഞ്ഞു. കാലിന് ചെറുതായിട്ട് നല്ല നീരുണ്ട്. അല്ലേ? എന്നിട്ട് ഇപ്പൊ എവിടെയുണ്ട് ചേച്ചി? ഇപ്പൊ ഹോസ്പിറ്റലിൽ. ഏത് ഹോസ്പിറ്റലില്? നമ്മുടെ ജംഗ്ഷനിലെ മെഡിക്കലില്. അപ്പൊ പാർട്ടിക്കാരെല്ലാം ഞങ്ങളൊരു ഓട്ടോയിലോട്ട് കൊണ്ടുവന്നു. അല്ല എന്നിട്ട് കാലിന് വല്ലതും പറ്റിയാ? കാലിനിപ്പോ ഒരു ഒബ്സർവേഷൻ നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് ഞാനങ്ങോട്ട് വരട്ടെ? അല്ല വേണ്ട വേണ്ട, എന്തോ പറയുന്നത് നോക്കിട്ടെ ഞാൻ വിളിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല വേറെ കുഴപ്പത്തില്ല. കാലിൽ ഇങ്ങനെ നീര് പൊങ്ങിയിട്ടുണ്ട്. ആണോ? എന്തെങ്കിലും അറിഞ്ഞ അപ്പൊ തന്നെ വിളിക്കണേ. വിളിക്കാം. അമ്മ ചേച്ചി അവിടെ ചെറുതായിട്ട് വീണെന്ന്. അപ്പൊ കാലിന് എന്തോ പറ്റി. ചേട്ടാ 200 അല്ലേ? അല്ല ഞാൻ
ചേട്ടാ പോക്കോ. പൈസ കൊടുത്തോ? ആ കൊടുത്തു. എന്റെ പൊന്നുകുഞ്ഞ് ഇതെന്തോ സംഭവിച്ച് എന്താ പറ്റി? എന്ത് പറ്റിയാ ചേച്ചാ? സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാ കാലൊന്നും മടുത്ത്. ഇപ്പൊ വീഴാൻ പോയപ്പോഴത്തേന് പിടി കിട്ടിയില്ല. പിടികിട്ടി. അല്ല ഇനിയിപ്പൊ അങ്ങോട്ട് പോണ്ട, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇവിടെ കഴിച്ചിട്ട് അങ്ങ് പോകാം. വേണ്ട, എനിക്ക് നിന്റെ ഒന്നും വേണ്ട. രാവിലെ തന്നല്ലോ, നല്ലോണം വയറു നിറച്ച് എനിക്ക് കിട്ടിയായിരുന്നല്ലോ. ചേച്ചി അത് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കയാണ്. അതെ. നീ വന്നേ വാ. കണ്ട കാല അനക്കല്ലേന്ന് പറഞ്ഞേക്കുവാന്ന്. പതുക്കെ വാ, ഞാനും കൂടെ പിടി. ഞാൻ പോയി കിടക്കട്ടെ അമ്മ. ശകല അനക്കല്ലേന്ന് പറഞ്ഞതാ. ചോറ് അങ്ങോട്ട് കൊണ്ടുവരാം. കൈ വിടുന്ന രോഗിയാണ്, എനിക്ക് കാലിനേ ഉള്ളു കുഴപ്പം. ഞാൻ ഒരു ഇച്ചിരി കഞ്ഞി ഉപ്പിട്ടെടുത്തോണ്ട് വരട്ടെ. ഇല്ല വേണ്ട, ഇല്ല. സൂക്ഷിച്ചു പോ മക്കളെ, പതുക്കെ ഇറങ്ങണേ. വരാനുള്ളത് വഴി തങ്ങിയില്ല. സ്റ്റേജിലിരിക്കുന്നവർ പല രീതി പൊക്കി പറയും. അത് കേട്ട് നമ്മളിങ്ങനെ പൊങ്ങി പോകണം. പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നേരം നിലത്ത് വരണം. മാനത്ത് നോക്കി നടന്നില്ല, തെറ്റടിച്ച് താഴെ വീണു. അല്ല, പിന്നെ കാലൊന്ന് വേച്ചു പോയപ്പോ കേറി പിടിച്ചത് റിബണ എൻ്റെ അടുത്ത്. എന്നാ പറ്റി, ആർക്കാരും അപകടങ്ങൾ പറ്റും. ഈ അപകടം പറ്റി ഇങ്ങോട്ട് വന്നിട്ട് ആ മുറ്റത്ത് കിടന്ന് എന്തൊരു ഷോയാ കാണിച്ചത്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടെ അടുപ്പ് പോഞ്ഞിട്ടില്ല. അടുപ്പ് പുകഞ്ഞില്ലെങ്കിൽ പുകയണ്ട. എന്തോ എടുത്ത് വെച്ച് കഴിക്കും. എനിക്കിപ്പോ തന്നെ നല്ല വിശപ്പുണ്ട്. എന്റെ കാലിന് ഇങ്ങനെ ഇരിക്കണതല്ല, അവന് വിശപ്പാണ് പ്രധാനം. അല്ല, ക്ഷീണം ഗുളികയുടെ ഇതങ്ങോട്ട് ആകുമ്പോഴത്തേനെ എരിച്ചിലങ്ങോട്ട് തുടങ്ങും. എന്തെടുത്ത് വെച്ച് കഴിക്കും. ഒരു കാര്യം ചെയ്യും, ഞാൻ ഹോട്ടലിൽ പോയി മേടിച്ചോണ്ട് വരാം. 100-300 എൻ്റെ ഉണ്ട്, ബാക്കിതാ. അതിനങ്ങ് മേടിച്ചാൽ മതി, എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. അതേ മേടിച്ചോണ്ട് വരാം. എത്ര ദിവസം എന്നിട്ട് മേടിക്കും നീ? നാളെ പോലും കയറി വെച്ചൂടെ? ഈ കാലം ഇത് കണ്ടിട്ട് നീ നാളെ പോലെ എന്നോട് വെക്കാൻ പറയണുണ്ടല്ലോ റൊണാൾഡേ. നിനക്ക് നല്ല മന്ത് പോലത്തെ 2 കാലം ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങോട്ട് ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കി തന്നത് എൻ്റെ കാലിന് മാത്രത്തില്ല, വയറിന് തീരെ സുഖം കാണത്തില്ല. മിനിറ്റിന് കക്കൂസിലോട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ ഈ കാല് വെച്ച് കിടക്കുവോ? കഴിക്കണ്ട ആര്? കഴിക്കണ്ടെന്ന്. ഒരു കാര്യം ചെയ്യും, കൈവിട്ട വാക്ക് പോട്ടെ. എലിപ്പെണ്ണ ഞാൻ വിളിക്കാം, ഒരു ചെറിയ ലേന ചർച്ച സെറ്റ്. പിന്നെ അവള് കൊണ്ടുവരും ആഹാരമല്ല. അവളുടെ ആഹാരം എനിക്ക് വേണ്ട. ഒരു കാര്യമില്ലാതെ എൻ്റെ അഭിമാനത്തിനെ ഞോണ്ടിയവള്. ഒരു കാര്യമില്ലാതെ അവളുണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചത് തന്നെ. നീയും കഴിക്കില്ല, നീ ഇവിടെ പട്ടിണി ഇരുന്നാ മതി. പട്ടിണി ഞാൻ എന്തിനു പട്ടിണി? നിങ്ങൾ നാത്തനും കാണി കൊമ്പ് കൊടുക്കുന്നതിന് ഞാൻ എന്തിനും ബലിയാടാവേണ്ട കാര്യം എന്ത്? എന്ത് വന്നാലും അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അവളിപ്പോൾ വിചാരിക്കേണ്ടാവും ഞാൻ അവളുടെ കാല് വന്ന് പിടിച്ച് മോളെ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം താ എന്ന് പറയുമായിരിക്കുമെന്ന്. അതിന് തങ്കം ഒന്നും കൂടി ജനിക്കണം, ഒന്നും കൂടി. തങ്കം പറയാൻ വേണ്ട, ഇനി ജനിക്കാനും നിൽക്കണ്ട. ഞാൻ പോയി പറഞ്ഞാൽ മതിയല്ലോ. വേണ്ട, അവളുടെ ഭക്ഷണം ഇവിടെ വേണ്ട. ഭക്ഷണം കഴിച്ചാ പോരെ? ഭക്ഷണം കഴിച്ചാന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച ഹോട്ടലിൽ നിന്ന് 3 നേരം ആഹാരം പിടിക്കണം എത്ര രൂപയാവും? പൈസ മേടിച്ചോണ്ട് വരുന്ന എനിക്ക് സന്തോഷമുള്ളൂ. പൈസ അത് ആരും പൈസ തരണ്ട, മേടിക്കാൻ വേണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ചെയ്യുന്നത്? മെമ്പറിന്റെ പവർ എന്താന്ന് നീ ഇപ്പൊ കണ്ടോ? മെമ്പറിന്റെ പവറാ? മെമ്പറിന്റെ പവർ കണ്ടാ അയ്യോ നടന്നല്ലേ വിളിക്കുന്നത്. സുഹൃത്തെ, പവറല്ല, അന്നം. അന്നത്തിന്റെ കാര്യം തന്നെ. നിനക്ക് അന്നം മൂട്ടാതിരുന്നാ മതിയല്ലോ. നീ ഒന്ന് കാണണമല്ലോ. എന്ത് കാണണം കാണണം പറഞ്ഞ് വിളിക്കണ എന്തുവാ നീ? ഫോൺ എന്തി ഞാൻ കൊടുക്കാളെ പോയി. ഓ, അങ്ങനെ ആപത്ത് വരുമ്പോ വിട്ടു പോകുന്നവരല്ല കൊടുക്കാനൊക്കെ ഫാമിലി. ഇതിനൊന്നും ആവശ്യമില്ല. ഞാൻ മിണ്ടായിരിക്കുന്നുണ്ടോ? നമുക്കെന്ത് വയറ് പറഞ്ഞാൽ ഇത്ര എവിടുന്നായി. ഹലോ ശശിയേട്ടാ. അത് ഞാനിപ്പോ ദേ വീട്ടിലെത്തിയുള്ളൂ. കാലിന് നീരുണ്ട്. ഡോക്ടർ പറഞ്ഞു ഒരു 1-2 ആഴ്ചത്തേക്ക് അധികം സ്ട്രെയിൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ശശിയേട്ടാ, എനിക്കൊരു കാര്യം വേണം ശശിയേട്ടാ. എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പണിയുണ്ട്, കൊച്ചുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ ആരെങ്കിലും ഒന്ന് റെഡിയാക്കി തരാവോ? വീട്ടിലൊന്ന് വന്ന് നിൽക്കാനായിട്ട്. ഇവിടെ നിൽക്കണം. കാരണം രാത്രിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ. ഓ, ഇവിടെ ഞാൻ ക്ലീറ്റോ റൊണാൾഡ് അത് 2 ആയിട്ട് കൂട്ടണം.
പിന്നെ ക്ലീറ്റോ ഇവിടെ ഇല്ല. ക്ലീറ്റോ 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. മൊത്തം 3-4 പേരുണ്ടെന്ന് പറഞ്ഞു. ഇവന്റെ തന്നെ പണി ഉണ്ടാവുമല്ലോ. ശശിയേട്ടന് അറിയാലോ. ശരി ശരി. ഓ മതി 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 മതി. ആ ശരി ശശിയേട്ടാ, വലിയ സന്തോഷം. പാഴ്സൽ കൊണ്ടുവരാന്ന് പറഞ്ഞ അതേ, നിനക്ക് നിന്റെ അനിയത്തിക്ക് ഒരു വിചാരമുണ്ട്, നിന്റെ കില്ലിപ്പെണ്ണ് കഴിഞ്ഞിട്ട് ഈ ലോകത്തുള്ളൂ എന്ന്. ഈ കുടുംബത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലെങ്കിൽ വേറൊരാൾ ഇവിടെ വരും. തങ്കപ്പമ്പറുടെ വീടല്ലയോ? അത് ഇതല്ല, അവിടെ ഇതാ കാണുന്നതാ. അപ്പൊ നിങ്ങളാരാ? ഞാൻ ലില്ലി. നിങ്ങളാരാ ലില്ലി? ഞങ്ങളോട് സംസാരിക്കുന്നതാ എനിക്ക് കിട്ടിയേക്കുന്ന ഓർഡർ. ചേച്ചി ഏതാ? ആരല്ലേ പെണ്ണേ? ആ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഹൗസ് മെയ്ഡ് അമ്പിളി അല്ലേ? പോര് പോര്, ഇതാ വീട്, ഇങ്ങോട്ട് പോര്. അച്ചാച്ചാ, തകച്ചേട്ടൻ്റെ അകത്തുണ്ട്. അതോടെ നിന്നോ. അവിടെ ഉണ്ട്. ഇതാണ് ഹൗസ് മെയ്ഡ് അമ്പിളി. അവരെന്താ ഇവിടെ? തങ്കചേട്ടത്തിക്ക് കാല് വീയാത്ത സാഹചര്യത്തിൽ വീട്ടു ജോലികൾ ചെയ്യാനും സഹായ സഹകരണങ്ങൾ കൊടുക്കുവാനും വേണ്ടി പൂരാട ശിശിര കെയർ ഓഫിൽ വന്ന ആളാണ് ഹൗസ് മെയ്ഡ് ആമ്പിളെ ഏൻ തിരുമല. പിന്നെ അവിടെ ജോലിക്കാരിയൊക്കെ ഉണ്ടോ? സെറ്റപ്പ് വേറെ. പിന്നെ കാപ്പിക്ക് എന്താ കറി വെച്ച്? എന്താ കാപ്പിക്ക് കറി എന്തുണ്ട്? ഹൗസ് മെയ്ഡ് അമ്പിളി ഉണ്ടാക്കി തരുന്നതേ തിന്നാ മതി കേട്ടോ. ഇനി ശശിയേട്ടനെല്ലാം പറഞ്ഞല്ലോ. അല്ലേ പറഞ്ഞു, ഇവിടെ ഒന്ന് നോക്കിയും കണ്ട് തന്നാ കാശ് കിട്ടുമെന്ന് പറഞ്ഞു. ശശിയേട്ടനും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വെറുതെ നോക്കിന്നാലല്ല, ജോലികളൊക്കെ ചെയ്യണം. അവിടെ മുറ്റത്ത് അവിടെ വന്നിറങ്ങിയപ്പോ ആരെങ്കിലും കണ്ടായിരുന്നോ? അവിടെ ലില്ലിയെ കണ്ടായിരുന്നു. സംസാരിച്ചോ? ഓർഡർ ഉണ്ടായിട്ട് ഞാൻ മിണ്ടിയില്ല. അത് മതി. ഇവിടെ ഇതാണ് നമ്മുടെ വീട്. ഈ വീട്ടില് എന്തെങ്കിലുമൊക്കെ സാധനം ഇല്ലാതായി പോയാൽ ഓടി അപ്പുറത്തോട്ടൊന്നും പോയേക്കില്ല. പ്രത്യേകിച്ച് അവളെ കണ്ട നോക്കുക വേണ്ട. എന്തെങ്കിലും സാധനം കുറവുണ്ടെങ്കിൽ ഇതേ അവനോട് ചോദിച്ചോളൂ. ഇതും വിലക്കാരനല്ലയോ? അനിയനാ, കണ്ണൊന്നല്ല. പിന്നെ പണിയൊക്കെ അറിയാവോ? പുട്ടുണ്ടാക്കാൻ അറിയാ. എന്താ പുട്ട് മാത്രം? അല്ല, പിന്നെ ദോശ ഉണ്ടാക്കും. അപ്പൊ എല്ലാം ഉണ്ടാക്കാൻ അറിയാം. ചോറും കറിയൊക്കെ അറിയാലോ? ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി? ബിരിയാണി ഉണ്ടാക്കണ്ട, അറിയാമെങ്കിലും ഉണ്ടാക്കണ്ട. പണി കൂടുതലല്ലേ അത്. പിന്നെന്താന്ന് വെച്ചാല് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇറയനും വരെ അടിക്കണം. മുറ്റം ഒന്ന് അടിക്കണം. പിന്നെ തുണി കഴുകാനുണ്ടാവും. വാഷിംഗ് മെഷീൻ ഇല്ല, അപ്പൊ തുണി അത് കഴുകണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരുപാട് കൂട്ടം കറിയൊന്നും ഉണ്ടാക്കണ്ട. ചോറിന് ഒരു തോരനും ഒരു ചാറും. മീനുണ്ടെങ്കിൽ തോരൻ മാത്രം മതി കേട്ടോ. പിന്നെ രാവിലെ കഴിക്കാനുള്ള അതിനും എന്തെങ്കിലും ഒരു കറി, അത്രേ വേണ്ടുള്ളൂ. 2 നേരം ചായ, വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇവിടെ വെച്ചെന്തിനത് കൈ പിടിച്ചോണ്ടിരിക്കുന്നത്? ഉച്ചക്കത്തെ കറി ഇരുവന്നെങ്കിൽ രാത്രി വേറെ കറി ഉണ്ടാക്കേണ്ടി വരും. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എഴുന്നേക്കണമെങ്കിൽ കാലിന് ഇച്ചിരി വേദനയാണ്. അപ്പൊ ഒന്ന് താങ്ങി തരണം, ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സ്വന്തം വീടായിട്ട് കണ്ട് അങ്ങ് നിന്നച്ചാ മതി കേട്ടല്ലേ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഞങ്ങൾക്ക് ഓരോ ചായ ഇട്ടതാ. ചായ കുടിക്കാണ്ട് തലവേദന എടുക്കുന്നു. കൊള്ളാല്ലേ, പാവം. എന്നാലും മെമ്പറിന്റെ ഒരു പവറില്ലേ. മെമ്പർ ആയപ്പോ തന്നെ ഒരു വീട്ടുകാലിയൊക്കെ. അപ്പം മന്ത്രിയെ കാണാൻ എത്ര വാര്യക്കാരായിരിക്കും. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ തീർന്നു. വെളിച്ചെണ്ണ എവിടെ? മേഡം, മേഡം, വെളിച്ചെണ്ണ എവിടെ ഇരിക്കുന്നേ? വെളിച്ചെണ്ണ അടുക്കളയിലുണ്ടല്ലോ. ഇവിടെ കാണത്തില്ല. അതെ, ആ മേശപ്പുറത്തുണ്ട്. അടുക്കളയുടെ അവിടെയുള്ള മേശപ്പുറത്ത് ഇരിപ്പുണ്ട്.
അടുക്കള എവിടെ മേശ? കിട്ടിയാ? കാണുന്നില്ല. ശരിക്കും നോക്കാം വിളി. കണ്ടില്ല കേട്ടോ. എനിക്ക് താളിക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വേണം. ഞാൻ വരാം. എന്താണ് അമ്പിളി? ഈ കറിയല്ലേ റെഡിയായി. എനിക്ക് താളിക്കാതെ വെളിച്ചെണ്ണ വേണം. അതല്ലേ മേശയിൽ അവിടെ ഇരിക്കണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന മേശ. മേശ കണ്ടില്ല. ഇവിടെ മേശ ഇല്ല. ഇങ്ങോട്ട് വന്ന ഇതല്ലേ മേശ? ആ, ഇത് മേശയായിരുന്നോ? ഞാൻ വെച്ചത് പെട്ടിയായിരുന്നെന്ന്. അയ്യോ, അപ്പൊ ദാ പെട്ടിയുടെ പുറത്തിരിക്കണുണ്ടോ? കണ്ണ് തുറന്ന് നോക്ക് എന്റെ അമ്പിളി. കാലുവേന എടുത്തിട്ട് ഞാൻ കിടക്കുമായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ വെച്ചത് പെട്ടിയായിരുന്നു. താളിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ? കാല് ചെയ്യാതെ നടക്കണ്ട. എന്നെ എപ്പോഴും ഇങ്ങനെ മാഡം എന്ന് വിളിക്കണ്ട. എന്താ ചേച്ചീന്ന് വിളിക്കാം? ചേച്ചിയോ? ചേച്ചി ചേച്ചിന്നൊന്നും വിളിക്കണ്ട. നമുക്ക് ഏതാണ്ട് ഒരു പ്രായമൊക്കെയാ. അത്ര അത്യാവശ്യമാണെങ്കിൽ മെമ്പറേന്ന് വിളിച്ചോ. മെമ്പറേനോ? മെമ്പറെ. എന്നാ മെമ്പറേന്ന് വിളിക്കാം. നമ്മൾ പോയി കിടന്നോട്ടെ. ഇനി വല്ലോ കിടന്നോ. എന്തെങ്കിലും വേണോ? ഇനി എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കാം. വിളിക്കണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പറയാൻ. പോയി കിടക്കാനാ എനിക്ക്. അപ്പൊ കിടന്നോ. ഞാൻ താളിക്കട്ടെ. വെളിച്ചെണ്ണ കിട്ടിയല്ലേ, താളിക്കട്ടെ. ദൈവമേ. മെമ്പറേ, മെമ്പറേ, ആ തേങ്ങ പൊട്ടിക്കാൻ വെട്ടുകത്തി എന്തിയേ? ഇവിടെ പിച്ചാത്തി മാത്രമേ ഉള്ളൂ. വെട്ടുകത്തി എവിടെ ഇരിക്കുന്ന? ആ നമ്മുടെ മേശപ്പുറം ഇല്ലേ, അവിടെ ഉണ്ട്. ഇല്ല, അതിന്റെ മുകളിൽ പിച്ചാത്തിയേ ഉള്ളൂ. എന്റെ പൊന്നമ്പിളി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി നോക്ക്. ചിലപ്പോ ഞാൻ ഇവിടെ നോക്കിട്ടൊന്നും കാണുന്നില്ല. മെമ്പർ ഇങ്ങോട്ടൊന്ന് വന്നെടുത്തതാ. എന്റെ അമ്പിളി കാല് വേദന എടുക്കുന്ന. എന്നാ തേങ്ങ അരക്കണ്ട. അയ്യോ, ഈ തേങ്ങ ഇല്ലാതെ അങ്ങനെ കറി വെക്കുന്നേ. ഒന്ന് ഇങ്ങോട്ട് വന്ന് എടുത്ത് തന്നിട്ട് പോകും മെമ്പറെ. പിന്നെ വിളിക്കത്തില്ല. അമ്പിളിനോട് ഞാൻ പറഞ്ഞതല്ലേ. മെമ്പറെ ഇങ്ങോട്ട് വാ മെമ്പറെ. ഇത് എടുത്ത് തന്നിട്ട് പോയി കിടക്ക്. മെമ്പറെ, മെമ്പറെ, മെമ്പറെ. ആ എന്തുവാ? ഒരു അബദ്ധം പറ്റി. എന്താ? അതിനകത്ത് കളർ പിടിച്ചു. എന്റെ ഈശ്വര, ക്ലീറ്റോന്റെ യൂണിഫോം. ഇതെന്നാ പറ്റിയതാ? തുണിന്ന് കളർ പിടിച്ചു. തുണിന്ന് കളർ പിടിച്ചു. ഏത് തുണിന്ന്? മറ്റേ തുണിന്ന്. അപ്പൊ കളറുള്ള തുണി ഇതും കൂടി ഒരുമിച്ചിട്ടോ? അപ്പൊ കളർ പിടിക്കുമെന്ന് അറിഞ്ഞൂടെ? അറിഞ്ഞൂടായിരുന്നു. ഇതിന് കഴിയാ പോവോ? പോകുന്നില്ല. പോകുന്നില്ലേ? പോകുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ദൈവമേ, ആ മനുഷ്യൻ കൊല്ലും. അയ്യോ, എന്നെ കൊല്ലുവോ? എന്നെ കൊല്ലുവോ? നിങ്ങളെല്ലാം കഴിച്ചോ? ഇല്ല. ആ ഞാൻ കഴിച്ചു. ഞാൻ മരുന്നും കഴിച്ചു. അവനതേ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. കാച്ചർക്കും കാല് മേത്തോട്ട് എടുത്തിടും. കാലങ്ങനെ അറിയാതെ മുട്ടിയതിന് എനിക്ക് വേദന കൂടും. കള്ളു കുടിക്കണുണ്ടോ? ആ അല്ല, ഒച്ച വല്ലാതെ കുഴഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ആ നിങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പോയ ഇച്ചിരി കുടിയൊക്കെ പറിച്ചിട്ടൊക്കെ കൂടുതലാണ് നിങ്ങൾക്ക്. അപ്പം അവരൊക്കെ എന്ത് അൻസാർ നടരാജനൊക്കെ? കെട്ടിയാൻ അമ്പിളി അമ്പിളി. ക്ലീറ്റ, ഞാനിപ്പോൾ വിളിക്കാവേ. കിടക്ക്. ഉണ്ട്. അമ്പിളി എന്ത് ചെയ്യാൻ പോവാ? കിടക്കാൻ പോവാ. ഇവിടെയോ? എന്താ? എനിക്ക് ആ കുടിസ് മുറിക്കകത്ത് കിടക്കാക്കത്തില്ലേ?
അതന്നെ എനിക്ക് കിടക്കുമ്പോ ഇച്ചിരി വെട്ടം വായു സഞ്ചാരമൊക്കെ ഉള്ള മുറി കിടക്കണം. അത് വായു കയറുമോ? ഇവിടെ കിടക്കണ്ട. എനിക്ക് പിന്നെ എവിടെ കിടക്കാനാ? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാം. അതല്ല, എനിക്ക് കാല് വയ്യാതിരിക്കുമല്ലേ. അപ്പൊ അമ്പിളിയുടെ കാലൊക്കെ വന്ന് മേത്ത് വീണ ഞാൻ പൊടിക്കൊച്ചുമല്ലേ അത് കാലെടുത്തില്ല. ഞാൻ കാലൊന്നും എടുത്തില്ല. മെമ്പർ കിടന്നോ? കിടക്കാം. അല്ലമ്പിളി, അതല്ല, എനിക്ക് പരിചയമില്ലാത്തവരുടെ അടുത്ത് കിടക്കുമ്പോഴേ ഉറങ്ങാൻ പ്രയാസമാണ്. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നാ എനിക്ക് ഉറക്കം പരിചയമില്ലാത്തടത്തൊന്നും ഉറക്കം പറ്റത്തില്ല. എന്നൊരു കാര്യം ചെയ്യോ, ഈ കട്ടിലിന്റെ അടിയിലേ ഒരു കിടക്കയും പായും ഇരിപ്പുണ്ട്, നമുക്ക് ഇവിടെ വിരിച്ച് കിടന്നു. എനിക്ക് തറയില്ലെന്ന് കിടക്കാത്തില്ല. എനിക്ക് ദേഹം വേദന എടുക്കും. ഞാൻ എല്ലാ പുരോട ശശിയോട് പറഞ്ഞതാ എന്റെ കണ്ടീഷൻ അല്ല. എനിക്ക് തറയെ കിടക്കാത്തില്ല. മെമ്പറെ നമുക്ക് ഇവിടെ കിടക്കാം. മെമ്പർ അങ്ങോട്ട് കിടക്കാം. എനിക്ക് പരിചയമില്ലാത്ത ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി പോയി കിടക്ക്. എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല അമ്പിളി. എനിക്കും അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല മെമ്പറെ. എനിക്ക് പറ്റത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തോ എനിക്ക് തറയെ കിടക്കാൻ പറ്റത്തില്ല. എനിക്ക് കുടുസം മുറിയിലും കിടക്കാൻ പറ്റത്തില്ല. ഇച്ചിരി നല്ല മുറിയൊക്കെ വേണം കിടക്കാൻ. എനിക്ക് ഉറക്കം വരുന്നത്. മെമ്പർ കിടക്ക്. രാവിലെ എണീക്കാനുള്ള കാല് വയ്യാത്ത എനിക്ക്. നാളെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്ക്. അങ്ങനെ പറയാതെ മെമ്പറെ. എന്നാ ഒരു കാര്യം ചെയ്യും, ആ ചെറുക്കനോട് പറയാം വേറെ എങ്ങോട്ടെല്ലാം മാറി കിടന്നിട്ട് ഞാൻ അവിടെ പോയി കിടക്കാം. റൊണാൾഡിനോട്? അതെങ്ങനെയാ അമ്പിളി? ഞാൻ അവൻ കിടക്കണ മുറിന്ന് അവനോട് മാറിപ്പോവാൻ പറയണത്? എന്നോട് മെമ്പർ ഇപ്പൊ പറഞ്ഞില്ലേ മാറിപ്പോവാൻ കിടക്കാൻ? അതുപോലെ പറഞ്ഞാൽ മതി അവനോട്. മെമ്പർ വാ. ഒരു കാര്യം ചെയ്യും, എന്നാ അമ്പിളി അങ്ങ് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞാൽ മാറുവോ? ഞാൻ പറഞ്ഞു എന്ന് പറയണം. മെമ്പർ പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാറുമല്ലേ? മാറിക്കോളൂ. എനിക്ക് എവിടെയെങ്കിലും കിടന്നേ പറ്റത്തുള്ളൂ. എന്നാ മെമ്പർ കിടന്നോ? ഞാൻ കിടന്നോളാം. കിടന്നോളാം. എന്നാലും ഞാൻ ഇവിടെ കിടക്കാരുന്ന മെമ്പറെ. വേണ്ട, അവിടെ ആകുമ്പോ സുഖമായിട്ട് കിടക്കാലോ അമ്പിളിക്ക്. ഇപ്പൊ പറയാനാന്ന് പറ. മുൾക്കിരീടമണിഞ്ഞവനേ, ഊന്നാളുയർത്തേറ്റവനേ, എന്തായിരുന്നു അങ്ങോട്ട് പോവാൻ. എന്തിന്? ആ കുടുസുമുറിയെ പോയി കിടക്കും. എനിക്ക് ഇവിടെ കിടക്കാൻ. അങ്ങോട്ട് എണീറ്റ്. ഏത് കുടുസുമുറി? ഇത് എന്റെ മുറിയാണ്. നിങ്ങൾ വേറെ കിടക്ക്. മെമ്പറാ പറഞ്ഞ ഞാൻ ഇവിടെ വന്ന് കിടക്കാൻ. ഏത് മെമ്പർ? മെമ്പർ. ഇത് എന്റെ മുറി. നിങ്ങൾക്കുള്ള മുറി അവിടെ അല്ലേ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ അവിടെ പോയി കിടക്ക്. ഞാൻ ആ മുറി കിടക്കത്തില്ല. ഇയാൾ പോയി ആ കുടുസുമുറി കിട. ഞാൻ പോയി കിടക്കാനാ? ഹാളിലോട്ട് ഷീറ്റ് വിരിച്ച് അവിടെ കിടക്ക്. ഞാൻ അത്ര വലിയ ഹാളി ഒറ്റയ്ക്ക് കിടക്കത്തില്ല. ഒരു കാഞ്ചി ഇവിടെ സാറേ ഇവിടെ കിടന്നു. കുഴപ്പമില്ലല്ലോ. അയ്യാ, എന്റെ മനസ്സിലിരിപ്പ് വെള്ളല്ലേ? ഞാനാണുങ്ങൾ കിടക്കുന്നിടത്ത് കിടക്കത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങ്. പോങ്ങോട്ട് പോ. എനിക്ക് ഉറക്കം വരുത്തടേ. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ. എന്തൊരു പണിയാണ്. എല്ലാം പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് ഇറങ്ങ. ആണുങ്ങളൊക്കെ എനിക്ക് ഉറക്കം വരത്തില്ല. അങ്ങോട്ട് ഇറങ്ങ. അല്ലാത്തത് തന്നെയാണ് ഇതൊക്കെ. ഇവിടുന്ന് തപ്പിക്കൊണ്ട് വരുന്നതൊക്കെ. അമ്പിളിയേ, അമ്പിളിയേ, ഇതെവിടെ പോയി? അമ്പിളിയേ, അമ്പിളി.
അമ്പിളി ഉറങ്ങുവാണോ? ചായ ചായ എനിക്ക് ചായ എൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചാലേ എനിക്ക് ശരിയാവും രാവിലെ. ഭയങ്കര തലവേദന. അപ്പൊ ചായ ഇട്ടില്ലേ? ചായ ഇട്ടില്ല. ചായ എനിക്ക് 2 ചായയും 2 ബിസ്ക്കറ്റും കഴിച്ചാലേ എനിക്ക് ശരിയാവും. പക്ഷെ ഭയങ്കര തലവേദന. അത് കുടിച്ച് 2 മുട്ടയും തിന്നാങ്കിൽ ഞാൻ എന്ത് ജോലിയും ചെയ്യാം. അല്ല അപ്പൊ അതാരിടും? മെമ്പറുടെ. ഞാനോ? എനിക്കല്ലേ വയ്യാത്തത്. എന്നാലും ചെറുക്കനെ വിളി. ഒരു ചായയും 2 ബിസ്ക്കറ്റും കഴിച്ചാലേ എനിക്കൊന്ന് ഉഷാറാവും. 2 മുട്ടയും കൂടെ തന്നാൽ എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്യാം. ചായ കുടിച്ചേ കിട്ടും. അപ്പൊ അമ്പിളി പൊക്കോ. പൊക്കോളെ. ചേച്ചി Aliens.